ഇപ്പോഴത്തെ ഒരു വിവാദമായ കേസാണല്ലോ കൈമേയും കാലുമേയും വിലങ്ങുകളൊക്കെ ഇട്ടിട്ട് അഭയാർത്ഥികളായിട്ടുള്ള ഇല്ലീഗൽസിന് അതുപോലെയുള്ളവരെയൊക്കെ നാട്ടിലേക്ക് അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഒരുപാട് ഞാനും അഭിപ്രായം കേട്ടു. പലരും അഭിപ്രായങ്ങൾ ഇൻസ്റ്റഗ്രാമിലൂടെ ഒക്കെ ചോദിച്ചു, സാർ അത് ചെയ്തത് ശരിയാണോ അല്ലെങ്കിൽ ഇങ്ങനെയാണോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഒരു പോലീസ് അല്ല ഇവിടുത്തെ പ്രോട്ടോകോൾസ് ആ രീതിയിൽ അറിയാവുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കുറ്റവാളി എന്ന് പറയണ്ട, നമ്മളിപ്പോൾ ഇല്ലീഗലായി വന്ന ഒരാളെ തിരിച്ച് ട്രാൻസ്പോർട്ട് ചെയ്യുകയാണ്, തിരിച്ച് കയറ്റിക്കൊണ്ട് പോവുകയാണ്. ഇപ്പോൾ ഒരു പ്ലെയിനിലായാലും ഇപ്പോൾ നമ്മളൊരു പ്രിസണറിനെ ഇപ്പോൾ ജയിലിൽ നിന്ന് നമ്മളൊരു പ്രിസണറിനെ കൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ അവരുടെ മൂവ്മെൻറ്റ് റെസ്ട്രിക്റ്റ് ചെയ്യുക. അതിനുള്ള വഴികളാണ് ഹാൻഡ് കഫ് ചെയ്യുകയും ലെഗ് ഷാക്കിൾസ് ചെയ്യുക എന്നുള്ളത്. കാരണം ഇവർ ഏത് സമയത്തും എസ്കേപ്പ് ചെയ്യാം എന്നുള്ളൊരു ഐഡിയയിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ അത് തിരിച്ചവർ നമ്മളെ അറ്റാക്ക് ചെയ്യാം. കാരണം ഇന്ന് ഞാനിപ്പോൾ ഒരാളെ കൊണ്ടുപോകുമ്പോൾ ഞാൻ ഇതെല്ലാം ക്യാരി ചെയ്തുകൊണ്ടാണ് പോകുന്നത്, അല്ലേ? ഒരാൾക്കിത് എന്നിൽ നിന്ന് എടുക്കാൻ, ഈ ഗൺ എന്നിൽ നിന്ന് എടുക്കാൻ അധികം സമയമൊന്നും വേണ്ട. അപ്പോൾ നമ്മൾ അവരുടെ മൂവ്മെൻറ്റ് റെസ്ട്രിക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഹാൻഡ് കഫ്സും ഷാക്കിൾസും കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം. അപ്പോൾ നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടുന്ന് 10ഉം 200ഉം അല്ലെങ്കിൽ 100ഉം 50ഉം പേരെ ഒരേ സമയത്ത് നാട്ടിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണം. ഈ പോകുന്ന ഫ്ലൈറ്റിനകത്ത് ആകെ കൂടി പോയാൽ ഒരു 10 പോലീസ് ഓഫീസേഴ്സ് ആയിരിക്കും. 50 അഗൻസ്റ്റ് ഒരു 10 പേര്, അവരെ ഫ്രീ ആയിട്ട് അവിടെ ഇരുത്തിയിട്ട് 10 പോലീസുകാരെ വാച്ച് ചെയ്തോ അല്ലെങ്കിൽ CBP ഓഫീസേഴ്സ് വാച്ച് ചെയ്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തിങ്ക് ചെയ്യുകയാണ് ഈ പ്ലെയിനോടെ ഹൈജാക്ക് ചെയ്യണം എന്ന് തിങ്ക് ചെയ്താൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ അവർക്ക് പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നടക്കും, അല്ലേ? 10 പേർക്കെതിരെ 50 പേര് നിന്നാൽ ആരായിരിക്കും ജയിക്കുക? അപ്പോൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിന് മുമ്പ് തന്നെ അതിൻ്റേതായ പ്രോട്ടോക്കോളുണ്ട്. ഇപ്പോൾ ഒരു പ്രിസണറിനെ ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ ഫ്ലൈറ്റിലാണെങ്കിൽ പ്രത്യേകിച്ച് അവരുടെ റെസ്ട്രിക്ഷൻസ് മൂവ്മെൻറ്റ് കുറയ്ക്കുക. അവരെ അപ്പം ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ് പോലീസുകാർക്ക്. ഇപ്പോൾ ഒരുമിച്ച് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഇതാണ് അല്ലെങ്കിൽ ലെഗ് ഷാക്കിൾസ് ആണ്. അപ്പോൾ പക്ഷേ അത് ഒരു ഇന്ത്യക്കാരനായതുകൊണ്ടോ അല്ലെങ്കിൽ വേറൊരു രാജ്യക്കാരനായതുകൊണ്ടോ അമേരിക്കൻ ഗവൺമെൻറ് ചെയ്തതാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അത് എല്ലാവർക്കും ആ സെയിം റൂൾസ് ബാധകമാണ്. അത് ഏത് രാജ്യക്കാരനായാലും ഇവിടുന്ന് അമേരിക്കൻ ഫ്ലൈറ്റിനകത്ത് കയറ്റി വേറൊരു രാജ്യത്ത് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ, അത് എസ്പെഷ്യലി ഗ്രൂപ്പായി കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അതൊരു നോർമൽ പ്രോട്ടോക്കോളാണ് ഹാൻഡ് കഫ് ചെയ്യുകയും ലെഗ് ഷാക്കിൾസ് ഇടുക എന്നുള്ളത്. അതിപ്പം ലോക്കൽ പോലീസ് പോലും ഞങ്ങളങ്ങനെയാണ് ഒരു പ്രിസണറിനെ ട്രാൻസ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹാൻഡ് കഫ് ഇടുകയും ലെഗ് ഷാക്കിൾസ് ഇട്ടുകൊണ്ട് തന്നെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അതിപ്പോൾ പ്രിസണിൽ ജോലി ചെയ്യുന്നവർക്ക് കൂടുതലായിട്ട് അറിയാം. അവരാണെങ്കിൽ പോലും വെളിയിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സമയത്ത് പോലും അവർ എസ്കേപ്പ് ചെയ്യാതിരിക്കാനും അല്ലെങ്കിൽ ഈ പറഞ്ഞല്ലോ അവരുടെ മൂവ്മെൻറ്റ് റെസ്ട്രിക്റ്റ് ചെയ്യുക. അപ്പോൾ കുറച്ചും കൂടെ ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമുണ്ട്. ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഈ ഹാൻഡ് കഫ് ഇടുകയും ഷാക്കിൾസ് ഇടുകയും ചെയ്യുന്നത്. അല്ലാതെ ഒരു കൺട്രിയോട് അഗൻസ്റ്റ് ആയിട്ടുള്ളൊരു വേറൊരു കൺട്രിയുടെ ഒരു അറ്റാക്കായിട്ട് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല.